കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരെ പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാതെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. കർത്താവ് പറയുന്നു, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം പ്രതീക്ഷയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ചോദിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചന പ്രകാരം, കർത്താവായ യേശുവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ, അങ്ങയുടെ വിജയകരമായ വലത്തു കൈകൊണ്ട് എന്നെ താങ്ങി നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആകുലരും നിരാശരുമായവരാണ് ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിൽ നിന്നത്. എന്നാൽ അവരുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ, അവരുടെ ആകുലതകളെ, അവരുടെ നിരാശകളെ പിന്നിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞ ചില പ്രതിസന്ധികൾ, ചില നിരാശകൾ, ചില പരാജയങ്ങൾ കടന്നു വന്നെന്ന് വരാം. എന്നാൽ തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ശക്തമായ വചനം പ്രഖ്യാപിക്കുകയാണ്. ദൈവമായ കർത്താവ് നമുക്ക് മുൻപേ കടന്നു ചെന്ന് മലകൾ പോലെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ തകർത്ത്, അന്ധകാര ശക്തികൾ നമുക്കെതിരെ അടയ്ക്കുന്ന വാതിലുകളെ തകർത്ത് നമുക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതികൂലങ്ങളും നസ്രായനായ യേശു ക്രിസ്തു എടുത്തു മാറ്റട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ആമേൻ. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. ഹല്ലേലൂയ. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, ആമേൻ. നാം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. കർത്താവിന്റെ വചനം പറയുന്നു, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. സ്നേഹമുള്ളവരെ, അനുഗ്രഹം ദൈവമക്കൾക്കുള്ള അവകാശമാണ്. ഈ അവകാശം സ്വന്തമാക്കുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും ഹല്ലേലൂയ. ശുഭദിനമാഗതമാകും. ആമേൻ. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല.
നമ്മോടൊപ്പം ഇല്ല എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ സ്നേഹമുള്ളവരെ, അതിശക്തനായ കർത്താവിന്റെ കരത്താൽ നമ്മളെ വിടുവിക്കുകയും അവിടെ നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ആമേൻ. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. അവിടുന്ന് പറയുന്നു, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിനക്കായി തുറക്കും. കർത്താവ് യേശു ക്രിസ്തു അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം. അവിടുന്ന് നമുക്കെതിരെ നിൽക്കുന്ന ബന്ധനങ്ങളെ തകർത്തു മാറ്റും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ആമേൻ. ശുഭദിനമാഗതം. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. പ്രതികൂലങ്ങളും മാറും. ആമേൻ. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ സ്നേഹമുള്ളവരെ, ഇന്ന് ഭയപ്പെടാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.